പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ 220 വീഡിയോ അതുപോലെ തന്നെ ചേതക്കൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ മിനിയാന്ന് നമ്മൾ തൃശ്ശൂർ പോയി കേട്ടോ. തൃശ്ശൂർ ഒരു സാധനം വാങ്ങാൻ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് വണ്ടി മൊത്തം നാശമായി, ചളി ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മീറ്ററിൻ്റെ കേബിൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഓടിക്കോട്ട് വെക്കുമ്പോൾ ഒരു സീറോയിലാട്ടോ കാണിക്കുന്നത്, സീറോ മാത്രമാണ് കാണിക്കുന്നത്. അതൊന്ന് കംപ്ലയിൻറ്റ് റെഡിയാക്കണം. പിന്നെ വണ്ടി ടോട്ടൽ വാഷ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മളെ വണ്ടീൻ്റെ കോലം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയി വന്ന കോലാട്ടോ വണ്ടീൻ്റെ അത്. പിന്നെ നമ്മളെ ചേതക്കിൻ്റെത് ചേതക്ക പറഞ്ഞാലിപ്പോൾ ഒരു വയനാട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതാട്ടോ. അപ്പോൾ അമ്മച്ചൻ്റെ അടുത്തുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ലോങ് ഓടിയിട്ട് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഒറ്റ ചാർജിൽ നമുക്ക് വീടെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ചുരം കയറിയ ഒരു പ്രശ്നം ഉണ്ട്. അതിന് ചുരം എന്തായാലും നല്ലൊരു കയറ്റവും പിന്നെ വളവ് തിരിവൊക്കെ ഉണ്ട്. വണ്ടി സ്ലോ ആക്കണം, ആക്സിലേറ്റർ കൂട്ടണം, അങ്ങനെയുള്ളൊരു ഇതുണ്ട് കേട്ടോ. പിന്നെ മറ്റേതാണെങ്കിൽ ഒരു ലെവലിൽ പിടിച്ചിട്ടാണ് വന്നത്. ഒരു 45-50 ലെവലിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പോകുമ്പോൾ നമ്മൾ 2 പ്രാവശ്യമാണ് ചാർജ് ചെയ്തത്. അത് ഒന്ന് കൽപ്പറ്റയിൽ അതേപോലെ തന്നെ ഒന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് കേട്ടോ. ഒരു കൽപ്പറ്റയിൽ നിന്ന് ഒരു ഏകദേശം 1 മണിക്കൂർ ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ സുൽത്താൻ ബത്തേരി നമ്മൾ ഒരു 20 മിനിറ്റാണ് ചാർജ് ചെയ്തത്. നമ്മളടുത്ത് ഒരു CT 100 ഉണ്ടായിരുന്നു, CT 110X ഉണ്ടായിരുന്നു. ആ വണ്ടി കൊടുത്തിട്ടാണ് നമ്മൾ ഇതെടുത്തത് കേട്ടോ. അതെന്തായാലും വൈഫിന് വേണ്ടിയിട്ട് എടുത്താണ്. പിന്നെ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് സൊമാറ്റോ സ്വിഗ്ഗി ഓടാനും പറ്റും കേട്ടോ. അതിൽ വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് സൊമാറ്റോയും സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. വണ്ടി നമ്മൾ ടോട്ടൽ ഓടിയത് പറഞ്ഞാൽ വണ്ടി ടോട്ടൽ ഓടിയത് ഏകദേശം 385 കിലോമീറ്റർ ആട്ടോ വണ്ടി ഓടിയത്. അപ്പോൾ ഈ അടുത്ത സർവീസ് ആവാനായിട്ടുണ്ടോ നോക്കട്ടെ. ഒരു 364 കിലോമീറ്ററും കൂടി ഓടിയാൽ നമുക്ക് അടുത്ത സർവീസ് ആയിട്ടോ. അപ്പോൾ വണ്ടിക്ക് ഇന്നലെ വണ്ടി ചാർജ് ചെയ്ത് ഇന്നലെ കുറച്ച് ഓട്ടോ കൂടി. പിന്നെ 87% ചാർജ് ഉണ്ട്. 117 കിലോമീറ്റർ ആട്ടോ റേഞ്ച് കാണിക്കുന്നതിൽ. ലൈറ്റ് രാത്രി നമ്മൾ മറ്റേ ഇതിൻ്റെ എക്സ്ട്രാ ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇതിൽ തന്നെ അത്യാവശ്യം വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ ഗാർഡ് വെക്കണം. ഒരു കമ്പി വെച്ചിട്ടുള്ള സംഭവം ചെയ്യാണ്ട്. അത് ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത പറഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടുതലാണ് കമ്പനിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അന്വേഷിച്ചപ്പോൾ റേറ്റ് കുറവാട്ടോ. അപ്പോൾ ഇനി എന്തായാലും പുറത്തുനിന്ന് ചെയ്യിക്കണം. അതിൻ്റെ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇതിൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് ആട്ടോ. സീറ്റിംഗ് കുറച്ച് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ പിന്നെ അത്യാവശ്യം കുറച്ച് ഹാർഡാട്ടോ. പിന്നെ നമ്മളെ 220 അത് കുറേ കാലമായിട്ട് നമ്മളെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 4 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ വാങ്ങിയത്. സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. ഒരു 150 ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ടാണ് നമ്മൾ 220 എടുത്തത് കേട്ടോ. പുതിയ 150 എടുത്തിട്ട് അത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് 220 എടുത്തത് കേട്ടോ. പിന്നെ 2 വണ്ടിയും കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഇതിനെനിക്ക് വയനാട്ടിൽ പോയി വരാൻ അമ്മച്ചൻ്റെ വീട്ടിൽ പോയി വരാൻ ഏകദേശം ഒരു 500 രൂപേൻ്റെ പെട്രോൾ ഇതിലടിക്കണം. ഇതിൽ എനിക്ക് ഒരു ഫുൾ ചാർജ് ഏകദേശം ഒരു 30 രൂപേൻ്റെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം. 30 പിന്നെ 2 ചാർജിങ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എന്തായാലും ഒരു 100 രൂപേൻ്റെ ചോടെ ആവുള്ളൂ നമ്മൾ വയനാട്ടിൽ പോയി വരാൻ കേട്ടോ. ഇത് കുറച്ച് ടൈം എടുക്കും. വേഗം പോയി വരാം കേട്ടോ. അതിൽ 2.5 മണിക്കൂർ 3 മണിക്കൂറിനടുത്ത് ഇതിന് പോകാനുണ്ടാവും. പക്ഷേ ഇതിന് പോകണമെങ്കിൽ ഒരു 4.5 മണിക്കൂർ 5 മണിക്കൂറിനടുത്താവട്ടോ അങ്ങോട്ട് പോകാൻ. ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചാർജിങ്ങിന് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ 3.5 മണിക്കൂർ കൊണ്ട് എത്തിയത് കേട്ടോ. നമ്മളെ വണ്ടി വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ സർവീസ് സെൻറ്റർ 10 മൈലുണ്ട് ഒരു സർവീസ് സെൻറ്റർ. നമ്മളെ വണ്ടി പോളിഷ് ചെയ്ത സ്ഥലം കേട്ടോ. അവിടെ പോയിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഡീറ്റെയിലിംഗ് വാഷ് തന്നെ നമ്മൾ ചെയ്യും കേട്ടോ. നമ്മൾ റീപെയിൻറ്റിങ് അടിച്ചാട്ടോ. റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടിയായിരുന്നു. പക്ഷേ ഇവിടെയാണ് റെഡ് വന്നത്. ഇവിടെ ഫുൾ ബ്ലാക്ക് ആയി കേട്ടോ വന്നത്. അപ്പോൾ വണ്ടി വാഷ് ചെയ്യാൻ പോകാം കേട്ടോ. ഏട്ടൻ്റെ കേബിൾ മാറ്റാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓയിൽ ചേഞ്ചിങ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വെച്ചാൽ അവനോട് ചോദിച്ചു നോക്കണം. ഞാൻ കിലോമീറ്റർ നോക്കിയിട്ടില്ല അതിന് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നോക്കണം. മാറ്റാനായിട്ടുണ്ടെങ്കിൽ മാറ്റിക്കളണം. വർക്ക്ഷോപ്പിലോട്ടോ. വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല. അവന് കൊച്ചി പോയിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പിലാട്ടുള്ളത്. അപ്പോൾ വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല. അവന് കൊച്ചിയിലാട്ടുള്ളത്. അപ്പോൾ വന്നിട്ടുള്ളൂ വണ്ടീൻ്റെ പണിയെടുക്കുള്ളൂ. മീറ്ററിൻ്റെ കേബിൾ മാറ്റാണ്ട് പിന്നെ ബാക്കിൽ 2 ഇൻഡിക്കേറ്ററും. വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ പോകട്ടോ. കാണുന്ന സ്ഥലത്ത് നിന്നാട്ടോ വണ്ടി വാഷ് ചെയ്യാൻ പോകണേ. അപ്പോൾ അവിടെ നല്ല തിരക്കാട്ടോ. അവിടെ പോളിഷ് ചെയ്തതും വണ്ടി ഇവിടെ നിന്നാട്ടോ. അപ്പോൾ നല്ല സർവീസാണ് കാര്യങ്ങളാണ്. അപ്പോൾ നാളെ അടുത്ത് നമ്മൾ വേറെ സ്ഥലം നോക്കാം കേട്ടോ. ഒരു പറയുന്നത് ഏകദേശം ഒരു
3 മണിക്കൂർ വണ്ടി അവിടെ വെച്ചാൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതിയാണ്. പക്ഷെ നമുക്ക് ടൈമില്ല, വേറെ പരിപാടികളുണ്ട് കേട്ടോ. സർവീസ് സെൻ്ററിലാണ് ഉള്ളത്. അപ്പോൾ ഒരു കാറും ഉണ്ട്, 2 സ്കൂട്ടറും ഉണ്ട് കേട്ടോ. അതിനാണ് നമ്മളെ വണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡീറ്റെയിലിംഗ് വാഷാട്ടോ അവരോട് പറഞ്ഞത്. അപ്പോൾ നല്ല ചളി ഉണ്ട് കേട്ടോ, നല്ല ചളി പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിചാർ ഇങ്ങനെയൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ അവർ ചെയ്യാൻ നല്ല വൃത്തിയിൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് കുറച്ച് നേരം അത്യാവശ്യം വണ്ടി കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ, ഒരു കുരുങ്ങ ഭാഗത്താണ് ഈ സർവീസ് സെൻ്റർ ഉള്ളത് കേട്ടോ. അത്യാവശ്യം 4-5 പണിക്കാരുണ്ട് അവിടെ. അത്യാവശ്യം നല്ല വൃത്തിയിലായിട്ട് അവർ വർക്ക് എടുക്കുന്നത്. എൻ്റെ വണ്ടീൻ്റെ ചളി അടക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ചെയിനൊക്കെ നമ്മൾ ഡീസൽ വാഷിങ് നടക്കുകയാണ്. അത്യാവശ്യം ഓലിക്കാരൊക്കെ ഉണ്ട്, നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡീസൽ വാഷിങ് കഴിഞ്ഞപ്പോൾ ഫോം വാഷിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹോം വാഷിങ് കഴിച്ചിട്ട് ഇനി നമ്മൾ തുണി എടുത്തിട്ട് നല്ലോണം തുടച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ പരിപാടി ഏകദേശം കഴിയാനായി. നമ്മളെ വാട്ടർ വാഷിങ് കൂടി കഴിഞ്ഞാൽ നമ്മളെ പണി പോയിട്ടോ. അപ്പോൾ എയറൊക്കെ അടിച്ചത് ആ വണ്ടീൻ്റെ മുകളിലെ വെള്ളം പോക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കേട്ടോ തുണി എടുത്ത് തുടച്ച് നല്ല ഉപ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. വണ്ടി കഴുകി വീട്ടിലെത്തിട്ടോ. ഇനി വർക്ക്ഷോപ്പിലേക്ക് ഇനി ഫസ്റ്റ് കൊണ്ടുപോയാൽ, പക്ഷേ വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല. നമുക്ക് ഈ ബാക്കിലത്തെ 2 ഇൻഡിക്കേറ്റർ മാറ്റണം, വർക്ക് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഈ ഹാൻഡിലിൻ്റെ ഇതിൽ ഗ്രിപ്പില്ലേ അതും മാറ്റണം. പിന്നെ ഓയിൽ ചേഞ്ചിങ് ആണുള്ളത് കേട്ടോ. പിന്നെ വേറെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്ററിൻ്റെ അത് കേബിൾ വയർ. അവരെ വർക്ക് പറഞ്ഞാൽ അടിപൊളി വർക്കാട്ടോ. വാഷിംഗ് ആണെങ്കിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് വാഷിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തോ ലിക്വിഡൊക്കെ ഇട്ടിട്ട് ഓർഡർ ചെയ്ത് ഡീസൽ വാഷിംഗ് അല്ല വേറെ എന്തോ വാഷിംഗ് ആട്ടോ ചെയ്തത്. വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. ബൈ.